നമസ്കാരം, മീഡിയ പ്ലസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഭൂമിയിലെ സ്വർഗം എന്ന് ലോകം വാഴ്ത്തുന്ന കാശ്മീർ. എന്നാൽ ഈ മനോഹര തീരത്തിന്റെ ചരിത്രത്തിൽ കണ്ണീരിൽ കുതിർന്ന ഒരു ഏടുണ്ട്. കാശ്മീരി പണ്ഡിറ്റുകളുടെ കഥ. കാശ്മീർ താഴ്വരയിലെ ആദിമ നിവാസികളായിരുന്നു അവർ. വേദങ്ങളും സംസ്കൃതവും കാത്തു സൂക്ഷിച്ച് നൂറ്റാണ്ടുകളോളം അവർ ആ മണ്ണിൽ തങ്ങളുടെ സംസ്കാരം വളർത്തി. സമാധാനപ്രിയരായ ഒരു സമൂഹമായിരുന്നു അവർ. 4-ാം നൂറ്റാണ്ടോടെയാണ് കാശ്മീരിൽ ഇസ്ലാം മതം വേരുറപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ സൂഫി സന്യാസിമാരിലൂടെ സമാധാനപരമായ ഒരു മാറ്റമാണ് ഉണ്ടായതെങ്കിലും പിന്നീട് വന്ന സിക്കന്ദർ ബുച്ചിഖാനെ പോലുള്ള ചില ഭരണാധികാരികളുടെ കാലത്ത് പണ്ഡിറ്റുകൾ വലിയ രീതിയിലുള്ള മതപീഡനങ്ങൾക്കും ക്ഷേത്രധ്വംസനങ്ങൾക്കും ഇരയായി. പല കാലഘട്ടങ്ങളിലായി അവർക്ക് നിർബന്ധിത മതപരിവർത്തനവും പലായനവും നേരിടേണ്ടി വന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര പലായനത്തിന് കാശ്മീർ സാക്ഷ്യം വഹിച്ചത് 1989 മുതൽ 1990 വരെ കാലഘട്ടത്തിലാണ്. പാകിസ്ഥാന്റെ പിന്തുണയോടെ താഴ്വരയിൽ ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കി. കാശ്മീരി പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ടിറ്റിക്കാലാൽ ടാപ്ലു, ജസ്റ്റിസ് നീലകണ്ഠ് ഗഞ്ചു തുടങ്ങി സമുദായത്തിലെ പ്രമുഖരെ തീവ്രവാദികൾ പട്ടാപ്പകൽ തെരുവിലിട്ട് വെടിവെച്ചു കൊന്നു. പണ്ഡിറ്റുകളുടെ വീടുകളുടെ വാതിലുകളിൽ ഭീഷണി പോസ്റ്ററുകൾ പതിപ്പിച്ചു. രാത്രികളിൽ പള്ളികളിലെ ലൗഡ് സ്പീക്കറുകളിലൂടെ തീവ്രവാദികളുടെ അലർച്ചകൾ മുഴങ്ങി. റാലീവ്, ഗാലീവ്, യാ ചാലീവ്, അതായത് മതം മാറുക, മരിക്കുക, അല്ലെങ്കിൽ രാജ്യം വിടുക. പുരുഷന്മാരെ കൊന്നൊടുക്കാനും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാനും അവർ മടിച്ചില്ല. കൊള്ളയടിക്കലും ക്ഷേത്രങ്ങൾ തകർക്കലും പതിവായി. ഒടുവിൽ സ്വന്തം ജീവനും മാനവും രക്ഷിക്കാൻ 1990 ജനുവരിയിൽ ലക്ഷക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് തങ്ങളുടെ വീടും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. തണുത്തുറഞ്ഞ കാശ്മീരിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന ജമ്മുവിലെയും ഡൽഹിയിലെയും അഭയാർത്ഥി ടെന്റുകളിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടു. 30 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് എന്താണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ? 2019 കാശ്മീരിന്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടത് അവരിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തിയിരുന്നു. സർക്കാരിന്റെ പ്രത്യേക തൊഴിൽ പാക്കേജിലൂടെ ആയിരക്കണക്കിന് പണ്ഡിറ്റ് യുവാക്കൾ ഇന്ന് താഴ്വരയിൽ ജോലി ചെയ്യുന്നുണ്ട്. കൂടാതെ അന്ന് ഉപേക്ഷിക്കേണ്ടി വന്ന ഭൂമിയും സ്വത്തുക്കളും നിയമപരമായി തിരികെ നൽകാനുള്ള നടപടികളും സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ ഭീഷണി ഇന്നും പൂർണ്ണമായി മാറിയിട്ടില്ല. അടുത്തിടെയായി ന്യൂനപക്ഷങ്ങൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും നേരെ നടന്ന ചില ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ, ടാർഗറ്റഡ് കില്ലിങ്സ്, മടങ്ങി വന്നവരിൽ വീണ്ടും ഭയം നിറച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും പലരും ജീവിതം തിരികെ പിടിച്ചെങ്കിലും ഭയമില്ലാതെ സ്വന്തം മണ്ണിലേക്കുള്ള ഒരു മടക്കയാത്ര എന്നത് ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളാകേണ്ടി വന്ന ഒരു ജനതയുടെ ഈ കണ്ണീർ ചരിത്രം നാം ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെങ്കിൽ മീഡിയ പ്ലസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.